തൻ്റെ ഇടമുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ പറയപ്പെട്ട പത്രത്തിന്റെ പേജുകളുമായി കോടതിയിൽ പോകട്ടെ. ഇല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതാകുന്നു. ഇത് ഗുരുതര സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉള്ള അഴിമതി. ആ അഴിമതിക്ക് ഹിന്ദു കൂട്ടുനിൽക്കുകയാണ്. ഈ വായനക്കാർ എന്ന് പറയുന്ന എന്നെ പോലുള്ള വായനക്കാർ കൃത്യമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക മാസാമാസം തന്നുകൊണ്ടാണ് പത്രത്തിന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് പത്രം വാങ്ങുന്നത്. ഞങ്ങളെ കബളിപ്പിക്കലാണ്, വഞ്ചിക്കലാണ് ഈ കാണിക്കുന്നത്. ഡെമോക്രസിയുടെ 4ാം തൂണ് ഇതുപോലെ ഇളകി ദ്രവിച്ചു പോയാൽ എങ്ങനെ ഡെമോക്രസി പിടിച്ചു നിൽക്കും മറ്റു 3 തൂണുകളിൽ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 45 വർഷമായി ഞാൻ ദ ഹിന്ദു എന്ന ദേശീയ ദിനപത്രത്തിന്റെ ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ വരിക്കാരിയാണ്. ഇത് ഹിന്ദുവിന്റെ ആദ്യ പേജാണ്. ഇത് ദ ഹിന്ദു തന്നെയാണോ? നിങ്ങൾക്ക് കൃത്യമായി കാണാം. മലയാളത്തിലാണ് മുഴുവൻ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. ഇനി ഈ എഴുതിയിരിക്കുന്ന ഓരോ പ്രോഗ്രാമിന്റെയും കീഴില് ഏറ്റവും അവസാനം, ഈ പേജിന്റെ ഏറ്റവും അവസാനം എന്താണ് എഴുതിയിരിക്കുന്ന കുറിപ്പ്? 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. ഇതിന്റെ അവസാനം ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പാണ് ഞാൻ വായിച്ചു. ഞാൻ അന്തം വിട്ടുപോയി. ഇതെന്താ ഹിന്ദു മലയാളത്തിലായോ? ദ ഹിന്ദു എന്ന് എനിക്ക് വേറെ 2 മലയാളം പത്രങ്ങളിൽ ഞാൻ വരിക്കാരിയാണ്. 2 മലയാള പത്രങ്ങൾ വരുത്തുന്നുണ്ട്. അതിന്റെ കൂടെ 3ാമത് ഇംഗ്ലീഷ് നന്നാകാൻ വേണ്ടിയ ഇംഗ്ലീഷ് പത്രം. അത് മാത്രവുമല്ല, ഹിന്ദു ദിനപത്രത്തോട് എല്ലാ കാലത്തും വലിയ ആദരവുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഇന്ത്യയിലെ ദിനപത്രങ്ങളിൽ ഏറ്റവും നല്ല ഒരു ദിനപത്രം എന്നാണ് ഹിന്ദുവിനെ പറ്റി ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഹിന്ദുവിന്റെ നിരന്തരം വരിക്കാരിയായി, ഹിന്ദുവിനെ അരച്ചു കുറി കഴിക്കുന്ന സ്വഭാവക്കാരിയായി ഞാൻ മാറിയത്. അങ്ങനെയുള്ള എന്നെയാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മലയാളം വാർത്ത വന്നത്. അപ്പൊ ഞാൻ സാകൂതം ഇതിലൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇതൊന്നും ഇപ്പോഴത്തെ കാര്യങ്ങളല്ലല്ലോ, ഇതെന്താണ് ഇങ്ങനത്തെ ഇതൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ കേരളം ഇനി ഇരുട്ടിൽ, അങ്ങനെ കേരളം ഇനി ഇരുട്ടിലേക്ക് പോകുന്നു എന്ന് ഈ അടുത്ത നാളിലൊന്നും അറിവ് കിട്ടിയിട്ടില്ല. അതിന്റെ കാരണങ്ങളും ഇല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കി, അതായത് അതിന്റെ കാരണങ്ങളില്ല എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഇന്നലത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിലെ പരിഷ്കരണങ്ങൾ, സ്മാർട്ട് മീറ്റർ ഒക്കെ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണൻകുട്ടി സാറിന്റെ കാലഘട്ടത്തിലുണ്ടായ പരിഷ്കരണങ്ങൾ. അതിന്റെ പേരിൽ നമ്മുടെ GSDPയുടെ 0.5% കൂടി കടമെടുക്കാനുള്ള അനുവാദം കേന്ദ്രം തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു 2926 കോടിയോ മറ്റോ കടമെടുക്കാം. ഇനിയും അതുകൊണ്ട് വേണം ഈ അടുത്ത മാസവും ഈ മാസവും ഒക്കെ കഴിക്കാൻ എന്നൊക്കെ ഇന്നലത്തെ പത്രത്തിൽ കണ്ടതാണ്. എന്നിട്ടാണ് ഇന്നു മുതൽ ലോഡ് ഷെഡിങ് എന്നൊരു ന്യൂസ് കാണുന്നത്. അപ്പൊ ഞാൻ അത്ഭുതം കൂടി, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചിരിക്കണേ? അങ്ങനെ നോക്കിയപ്പോൾ എല്ലാ ന്യൂസിലും ഒരു വ്യത്യസ്തത കാണുന്നു. അവസാനം നോക്കുമ്പോഴാണ് അടിക്കുറിപ്പ് കാണുന്നത്. എന്താണ് അടിക്കുറിപ്പ്? ഹിന്ദുവിൽ മലയാള വാർത്ത വന്നു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് അതിശയമായിരുന്നു. അത് കഴിഞ്ഞ് അടിക്കുറിപ്പിൽ എത്തിയപ്പോഴാണ് ഒരു സമാധാനം വന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് മലയാളം പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. ശരി, അങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അഡ്വർടൈസ്മെന്റ് ആണ്. ഇപ്പോ ഇലക്ഷനിലേക്ക് 3ാം വട്ടം പിണറായി വിജയൻ 3 അതിലേക്കുള്ള ചുവടുവയ്പ്പിന് വേണ്ടി നടത്തിയിരിക്കുന്ന അഡ്വർടൈസ്മെന്റ്. അതായത് 10 വർഷങ്ങൾക്ക് മുൻപ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ അവസ്ഥയാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ കാണിച്ചിരിക്കുന്ന, അതായത് പെറുക്കി തൂക്കി പല കാലഘട്ടങ്ങളിൽ എടുത്ത, പല പത്രങ്ങളിൽ നിന്നെടുത്ത പീസസ് ഒക്കെയും കൂടി ചേർത്ത് ഒരു പേജിൽ കൊണ്ടുവന്നതാണ്. കാരണം ഒരു 5 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ചിലപ്പോ ഒരു ലോഡ് ഷെഡിങ് ഉണ്ടായി കാണും. അങ്ങനെ പല കാര്യങ്ങൾ കാണും നെഗറ്റീവായിട്ട് നമുക്ക് കാണിക്കാനുള്ളത് പല പത്രങ്ങളിൽ പല കാലങ്ങളിൽ 5 വർഷത്തിനിടയ്ക്ക്. ആ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം കൂടി നുള്ളിപ്പെറുക്കിയെടുത്ത് ഒരു പേജിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ ഒരു അടിക്കുറിപ്പും കൊടുക്കുക. കൊള്ളാം, ഭയങ്കര ബുദ്ധി തന്നെ അല്ലേ?
ഈ ബുദ്ധി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? ഈ ബുദ്ധി നമുക്ക് കിട്ടുമോ? ഈ കുരുട്ടുബുദ്ധി ജനങ്ങളെ സേവിക്കുന്ന ഒരു ഗവൺമെന്റിനും കിട്ടുകയില്ല. ഇത്തരം കുരുട്ടുബുദ്ധി കിട്ടണമെങ്കിൽ ഈ പിണറായി ഗവൺമെന്റ് 1, പിണറായി ഗവൺമെന്റ് 2, അതായത് ജനങ്ങളെ സേവിക്കുകയല്ല, സ്വന്തം പോക്കറ്റ് വലുതാക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലുത്. അവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണ് വലുത്. അവര് ഒരു സമാന്തര ഗവൺമെന്റ് തന്നെ ഫോം ചെയ്തതാണ് ഇവരെന്ന് ഓർക്കണം നിങ്ങൾ. ഏതാണ് ഈ സമാന്തര ഗവൺമെന്റ് എന്നറിയാമോ? കിഫ്ബിയും അതിന് ചുറ്റുവട്ടത്തുമുള്ള കളിയുമാണ് കേരളത്തെ കടക്കണിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും കേരളത്തിന് പൊങ്ങി വരാൻ പറ്റാത്തത്ര കടത്തിലേക്കാണ് പോയിരിക്കുന്നത്. അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഞാൻ രണ്ടാം പേജിൽ കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് രണ്ടാം പേജ് എന്നല്ല, പേജ് നമ്പറേ ഇട്ടിട്ടില്ല എന്ന്, പേജ് നമ്പർ ഇല്ല അതില്. അപ്പോ ഈ ഒന്നാം പേജിൽ പേജ് നമ്പർ ഇല്ല, രണ്ടാം പേജിൽ പേജ് നമ്പർ ഇല്ല. ഞാൻ മൂന്നാം പേജ് എടുത്തു, മൂന്നാം പേജിലും പേജ് നമ്പർ ഇല്ല. അവിടെയും ദാ കിടക്കുന്നു മലയാളം തന്നെ. ഈ രണ്ടാം പേജിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഈ 10 വർഷക്കാലം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേട്ടങ്ങളാണ്, നേട്ടങ്ങളുടെ കൊയ്ത്താണ് ഈ പേജിൽ കിടക്കുന്നത് മുഴുവനും. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് വസ്തുത മനസ്സിലാക്കുന്നത്. അവസാനം ഇതിൽ കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ പേജിലുണ്ടായിരുന്ന മുഴുവനും വല്ലായ്മകളുടെ ചിത്രമാണെങ്കിൽ ഇതിനകത്തുള്ളതെല്ലാം വലിയ നേട്ടങ്ങളുടെ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്ന. ഓരോ കാര്യവും വലിയ നേട്ടമാണ് കാണിക്കുന്നത്. അപ്പം ഇത് നോക്കിയപ്പോ ഓഹോ, ലാഭത്തിലേറി KSRTC. നിങ്ങൾ ഓർമ്മിക്കണം, 2022 ആയപ്പോഴത്തേക്കും KSRTCയുടെ ശമ്പളം പോലും മുടങ്ങി വലിയ പ്രതിസന്ധിയിലായ KSRTC ആണ്. എന്നിട്ട് പിന്നെ കടവും ഒക്കെ എടുത്ത് പല തരത്തിലാണ് KSRTCയെ ഒരു തരത്തിൽ തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ മിസ്റ്റർ ഗണേഷ് കുമാറിന്റെ കയ്യിലല്ലേ ഇതിരിക്കുന്നത്. തള്ളിനൊട്ടും കുറവുള്ള ആളല്ല ഗണേഷ് കുമാർ. അപ്പൊ ഈ കൂട്ടത്തിൽ അദ്ദേഹവും നന്നായി തള്ളിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ലാഭത്തിലേറി KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത് എന്ന ഒരു ഇത് കൊടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാം ഇത് നോക്കിയാല് പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുമ്പേ വലിയ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, ഏതാനും വർഷങ്ങളായി ST കുട്ടികൾ, അതായത് പട്ടികവർഗ കുട്ടികള് അവരുടെ ഹോസ്റ്റൽ ഫീ കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ സ്കൂളൊക്കെ വിട്ട് വീട്ടുകളിൽ പോയി ചുമ്മാ ഇരിക്കുകയാണ്, ചടഞ്ഞു കുത്തി പട്ടിണി ഇരിക്കുകയാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി എന്ന്. അതുപോലെ ഒരു 3 മാസം മുൻപ് ഒരു ന്യൂസ് നിങ്ങൾ കേട്ടോ, തിരുനെല്ലിയിലെ ഒരു പട്ടികവർഗ പെൺകുട്ടികൾക്കുള്ള സ്കൂള്, അവരുടെ ഒരു ഹോസ്റ്റൽ കെട്ടിടം, ഹോസ്റ്റൽ 129 കുട്ടികൾ 2 മുറിയിൽ താമസിക്കുന്നു, കഴിക്കുന്നു. ഒരൊറ്റ ശുചിമുറിയാണ് അവർക്ക് എല്ലാവർക്കും കൂടിയുള്ളത്. അതൊക്കെ ഈ കേരളത്തിൽ 2-3 മാസം മുമ്പ് കേട്ട കാര്യങ്ങളാണ്. അതൊക്കെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നതാണ്. ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേരളത്തെ പറ്റിയാണ് 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി. പിന്നെ അതുപോലെ പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുമ്പേ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, മുടങ്ങാതെ പെൻഷൻ, കൈ നിറയെ ക്ഷേമം. അറിയാമല്ലോ, 1600 രൂപ 2500 ആക്കും എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നതിന് മുൻപേ 1600-നെ പിടിച്ച് 2000 ആക്കി. അത് കഴിഞ്ഞ് ക്ഷേമ പെൻഷൻ എങ്ങനെയായിരുന്നു? 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ. കാരണം അവർ ഇരുന്ന് നീങ്ങുന്നവരല്ലേ ഈ പറയപ്പെട്ട സ്ത്രീകളെ. അവർക്ക് ജോലിയൊന്നും ചെയ്യാനും ജീവിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ അല്ല, ജോലി ചെയ്യാനുള്ള സൗകര്യം ഈ നാട്ടിലില്ല. നോക്കുകൂലി ഒരു വശത്ത്, വ്യവസായങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ അവര് വെറുതെ കുത്തിയിരിക്കുക. അങ്ങനെ ആയതുകൊണ്ട് 1000 രൂപ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട നമുക്കറിയാമല്ലോ, കുടുംബശ്രീ അവരുടെ മാസം ഉള്ള പോക്കുവരവിനായിട്ട് 1000 രൂപ അവർക്ക് എന്തിന്? 10,000 കോടിയല്ലേ ക്ഷേമമായിട്ട് അന്ന് വിളിച്ചു കൊടുത്തത്. എന്നിട്ട് എത്ര സീറ്റ്, എത്ര ശതമാനം വോട്ട് കിട്ടി അറിയാമല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പരീക്ഷണം എങ്ങനെയാണ് ഇവര് രക്ഷപ്പെട്ടതെന്ന്. അങ്ങനെയുള്ള ഗവൺമെന്റ് ആണ് ഇതുപോലെ കുറെ കാര്യങ്ങള്, റോഡുകൾ ഹൈടെക് ചെലവിട്ടത് 35 ലക്ഷം കോടി, വികസനത്തിന് ഇന്ധനമായി ഗെയിൽ,
ദേശീയപാത വികസനം പൂർണ്ണതയിലേക്ക് നമ്മൾ കണ്ടതാണ്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ ദേശീയപാതയുടെ നിർമ്മാണവും അത് ഉണ്ടാക്കുന്ന വലിയ ഗമതരങ്ങളും ഒക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ ഗമകളും പറഞ്ഞിട്ട് ഇതാ കിടക്കുന്നു രണ്ടാമത്തെ പേജ്. അപ്പൊ എത്ര പേജായി? ഇപ്പൊ 4 പേജായി കേട്ടോ. 2 പേജില് ഹിന്ദു ദിനപത്രത്തിന്റെ 2 പേജിൽ മലയാളം. അപ്പൊ ഇതെന്താ, ഇതിന്റെ അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? ഈ മഹത്വ വർണ്ണനയുടെ താഴെ എന്താണ് എഴുതി? കുറിപ്പ് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ കേരളത്തെ തിരുത്തി കുറിച്ചതിന്റെ നേർചിത്രമാണ് ഈ പേജ്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. അപ്പൊ മനസ്സിലായില്ലേ, ഇതൊരു റീലാണെന്ന്. അതായത് ഈ മഹത്വം ഈ 2 വർഷക്കാലത്തെയും കൂടി മഹത്വം എന്ന് പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് കാണിച്ച് അതും കൊടുത്ത് ഈ പത്രത്തെ ഹിന്ദുവിനെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ ഈ ഹിന്ദു പത്രം ഇത്ര വില കുറഞ്ഞ ഒരു പത്രമാണോ? ഹിന്ദു പത്രത്തിന് അറിഞ്ഞുകൂടെ ഡെമോക്രസിയുടെ 4ാമത്തെ തൂണാണ് മാധ്യമങ്ങൾ എന്ന്? അതാരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഞാൻ പറഞ്ഞു കൊടുക്കണോ ഹിന്ദുവിനോട്? മാധ്യമ ഫ്രീഡം ഇൻഡെക്സില് 2010 40ാം റാങ്ക് ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഈ 2024 ആയപ്പോഴേക്കും റാങ്ക് 111ലേക്ക് താണുപോയി. വെറുതെ ആണോ മാധ്യമങ്ങൾ ഇങ്ങനെ തല കീഴായി മറിയുന്നത്? ഇതുപോലെ വില കൊടുത്താൽ ആർക്കും അടിമപ്പണി ചെയ്യുന്ന തരത്തിലേക്ക് ഒരു മാധ്യമം താഴ്ന്നു പോയാൽ, അതും ദ ഹിന്ദു പോലെയുള്ള ഒരു മാധ്യമം, എത്രയോ കോടികൾ ചെലവഴിച്ചിട്ടാകാം ആദ്യത്തെ 4 പേജുകൾ, അത് കഴിഞ്ഞാണ് പേജ് നമ്പർ 1 എന്നും പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഹിന്ദുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഡെമോക്രസിയുടെ സംരക്ഷകനാണോ ഹിന്ദു, അതോ ഡെമോക്രസിയുടെ കൊലപാതകിയാണോ ഹിന്ദു? ഒരു ഡെമോക്രസിയെ രക്ഷപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? വസ്തുനിഷ്ഠമായി രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ജനസമക്ഷം കൊണ്ടുവന്ന് കൃത്യതയോടെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അനലൈസ് ചെയ്ത് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്ന മാധ്യമമാണ് ഡെമോക്രസിയുടെ സുഹൃത്ത്, ഡെമോക്രസിയുടെ പ്രചാരണത്തിനും വളർച്ചയ്ക്കും സഹായകമാകുന്നത്. ആ പണിയാണോ ഇവിടെ ഹിന്ദു കാണിച്ചിരിക്കുന്നത്? ആ 10 വർഷം മുൻപ് 5 വർഷം ഭരിച്ച ഗവൺമെന്റിന്റെ ആ 5 വർഷത്തെ എന്തൊക്കെ മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ. പക്ഷെ ഹിന്ദു ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആ കാലഘട്ടത്തിലെ ബജറ്റ് ഡോക്യുമെന്റ്സ് എടുത്തു നോക്കുക. ബജറ്റ് ഡോക്യുമെന്റ്, ബജറ്റ് ഇൻ ബ്രീഫ് എടുത്തു നോക്കുക. എല്ലാ വർഷവും ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ GSDPയുടെ 3% ഒതുക്കി നിർത്തിയിരുന്നു കടമെടുക്കൽ. അതുപോലെ തന്നെ സഞ്ചിത കടം, ഹിന്ദുവിന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ സഞ്ചിത കടം എന്താണെന്ന്. ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 29%, GSDPയുടെ 29% നിജപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു. ഒരു വർഷം പോലും അതിനു മുകളിലേക്ക് കടം പോയിട്ടില്ല. നിങ്ങൾ ആ ബജറ്റ് ഇൻ ബ്രീഫ് എടുത്ത് നോക്കിയിട്ട് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അതിനു വേണ്ടി പ്രതിക്കൂട്ടിലാക്കാം. അങ്ങനെ, അതായത് എന്തൊക്കെയാണോ ഒരു സംസ്ഥാന ഗവൺമെന്റ് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ അതുപോലെ പാലിച്ച് മുന്നോട്ട് പോയ ഗവൺമെന്റ് 5ാം വർഷം ഭരണം കൈയൊഴിയുന്ന സമയത്ത്, അതിനു മുമ്പ് നമുക്കറിയാം ഈ പറയപ്പെട്ട വിഴിഞ്ഞം പ്രോജക്ടിന്റെ ഒക്കെ കല്ലിടലും കുറെ കർമ്മങ്ങളും ഒക്കെ നടന്നു പോയി കഴിഞ്ഞിരുന്നു. വലിയ പ്രതിഷേധത്തിന്റെ നടുവിലൂടെയാണ് ഉമ്മൻചാണ്ടി നടന്ന് ആ വിഴിഞ്ഞം പ്രോജക്ട് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചത്. അതൊക്കെ എന്ത് ഈസി ആയിട്ടാണ് തമസ്കരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഹിന്ദു. ഒക്കെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ വന്ന് കടം എന്തായിരുന്നു? സഞ്ചിത കടം 1,53,000 കോടി ആയിരുന്നു സഞ്ചിത കടം. പക്ഷെ ആ സഞ്ചിത കടം ഇതാ ഈ പ്രാവശ്യത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഈ ബജറ്റ് അനുസരിച്ചുള്ള സഞ്ചിത കടമാണ് ഞാൻ ഇതാ കാണിച്ചു തരാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ട ഹിന്ദു നോക്കിക്കോളൂ. 5,44,832.88 കോടി. ഇതാണ് സംഗതി. ഇതിന്റെയും ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കാണിച്ചു തരുന്നതാകുന്നു.
അതായത് 1,53,000 കോടിയായിരുന്നു 2015-16 നമ്മുടെ സഞ്ചിത കടം. ആ സഞ്ചിത കടമാണ് 5,44,832.88 കോടിയായി വളർന്നിരിക്കുന്നത് 2026-27 ആയപ്പോഴേക്കും. തീർന്നില്ല സുഹൃത്തുക്കളെ, തീർന്നില്ല പ്രിയപ്പെട്ട ഹിന്ദു. എന്തുകൂടിയാണ് വരുന്നത് എന്നറിയാമോ അവിടെ? അതായത് കിഫ്ബി വഴി എടുക്കുന്ന കടവും KSSPL വഴി എടുക്കുന്ന കടവും. എന്താണ് കിഫ്ബി? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. അതുവഴി എടുക്കുന്ന കടവും KSSPL കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുക്കുന്ന കടവും രണ്ടും ഇതിന്റെ കൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂട്ടിച്ചേർക്കും. കാരണം കിഫ്ബി എന്ന് പറയുന്നതോ KSSPL എന്ന് പറയുന്നതോ അവരുടെ ഡെഫിനിഷനിൽ, അതുപോലെ CAGയുടെ ഡെഫിനിഷനിലും ബജറ്റിന് പുറത്തുള്ള വെഹിക്കിൾ അല്ല, ബജറ്റിനകത്ത് തന്നെ വരേണ്ട വെഹിക്കിൾ ആണ്. എന്തുകൊണ്ടാണ് അത് രണ്ടും ബജറ്റിന് പുറത്തുള്ള വെഹിക്കിൾ അല്ല ബജറ്റിനകത്താണ് എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, CAG ഇവരൊക്കെ നിർബന്ധം പിടിക്കുന്നത്? കാരണം ഈ 2016-17 കിഫ്ബി ഒരു കടമെടുക്കാനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞ് ഡോക്ടർ ഐസക് കൊണ്ടുവരുമ്പോൾ, ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ഐസക് കൊണ്ടുവരുമ്പോൾ ആ പ്രാവശ്യം തന്നെ അദ്ദേഹം ഒരു ഇന്ധന സെസ് ഏർപ്പെടുത്തി. ആ ഇന്ധന സെസ് പോകുന്നത് ബജറ്റിലാണ് ഇന്ധന സെസ് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ധന സെസിന്റെ വരുമാനം പോകുന്നത് ട്രഷറിയിലേക്കല്ല, പകരം കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ് ഇന്ധന സെസ്. ഇന്ധന സെസ് എന്നോ വെഹിക്കിൾ ടാക്സ് എന്നോ പറഞ്ഞാൽ കേരളത്തിൽ ചെറിയ കാര്യമല്ല. അത് എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദു സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? കേരളത്തിലെ വെഹിക്കിൾ ഡെൻസിറ്റി 466 പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓൾ ഇന്ത്യ തലത്തിൽ വെഹിക്കിൾ ഡെൻസിറ്റി 18 ആണെന്ന് ഓർക്കണം. അങ്ങനെ 466 വെഹിക്കിൾ ഡെൻസിറ്റി അമേരിക്കയിൽ പോലും 535 ആണ് എന്ന് ഓർക്കുക. അങ്ങനെ വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഒരു സെസ് വെഹിക്കിൾസിന്റെ മേൽ ഏർപ്പാടാക്കിയ അതൊരു വലിയ വരുമാന സോഴ്സ് ആണ്. ആ വരുമാനമാണ് നേരെ ഖജനാവിലേക്ക് അല്ല പോകുന്നത്, കിഫ്ബി അക്കൗണ്ടിലേക്കാണ് എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയത്, ഇത് അദ്ദേഹം ബജറ്റിൽ പറഞ്ഞത്, ബജറ്റ് സ്പീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി തീർന്നില്ല, ആ പ്രാവശ്യം തന്നെ അദ്ദേഹം വെഹിക്കിൾ ടാക്സിന്റെ 10% വെച്ച് ആദ്യത്തെ 4 വർഷങ്ങളിൽ കിഫ്ബി അക്കൗണ്ടിലേക്ക് പോകും. 5-ാം വർഷം 50%. ആദ്യത്തെ വർഷം 10%, രണ്ടാമത്തെ വർഷം 20%, മൂന്നാമത്തെ വർഷം 30%, നാലാമത്തെ വർഷം 40%, 5-ാമത്തെ വർഷം മുതൽ 50% പോകുന്നത് എവിടേക്കാണ്? കിഫ്ബി അക്കൗണ്ടിലേക്കാണ്, ട്രഷറിയിലേക്കല്ല. അപ്പൊ ഈ 2 നികുതികൾ അങ്ങോട്ട് പോകുന്നു. തീർന്നില്ല. എന്തുകൊണ്ടാണ് കിഫ്ബി അക്കൗണ്ടിലേക്ക് ബോണ്ടുകൾ, കിഫ്ബി ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? കാരണം അതൊരു സോവറിൻ ബോണ്ട് ആയതുകൊണ്ട് തന്നെ. സോവറിൻ ബോണ്ട് ആയത് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് കേരളയാണ് അതിന്റെ അതോറിറ്റി. അതായത് ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ പേ ചെയ്യുമെന്നുള്ള അണ്ടർ റൈറ്റിംഗ് ഉള്ള ഇതാണ് കിഫ്ബി. ഇനി ഒരു ഫെഡറൽ സംവിധാനത്തില് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആര് കൊടുക്കണം? ആര് ബെയിൽ ഔട്ട് ചെയ്യണം? കേന്ദ്രം ബെയിൽ ഔട്ട് ചെയ്യണം. അങ്ങനെ ആ ഡബിൾ എൻജിൻ ധൈര്യം, അതുകൊണ്ടാണ് കിഫ്ബി ബോണ്ടിലേക്ക് ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത്. അത് ഇഷ്ടം പോലെ ഊരാളുങ്കൽ സൊസൈറ്റിയും പിണറായി വിജയൻ ഗവൺമെന്റും അദ്ദേഹത്തിന്റെ സിൽബന്ധികളും അദ്ദേഹത്തിന്റെ കാലുനക്കികളും എല്ലാവരും കൂടി ചേർന്നാണ് ഇത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചറിൽ കുറച്ച് വരുന്നു. നമുക്കറിയാം, തൃശ്ശൂർ ഒരു സ്കൂളിന്റെ കുമ്മായം പൂശിയിരുന്നത് കൈകൊണ്ട് അടർത്തിയിടുന്ന ദൃശ്യം ഒരു 4-5-6 വർഷം മുൻപ് ഞാൻ ഇപ്പോഴും എന്റെ കണ്ണിൽ ഓർക്കുകയാണ്. അതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ റോഡ് ടാർ ചെയ്തത് അവിടുത്തെ LDFന്റെ MP തന്നെ അത് കുഴിഞ്ഞുപോയി, 1 മാസത്തിനകം കുഴിഞ്ഞുപോയി. ഇത് കാണിച്ചു കൊടുത്തു, കിഫ്ബി എമൗണ്ട് കൊണ്ട് ചെയ്തതാണ്. അങ്ങനെ വയനാട് എന്റെ ജില്ലയാണ്, എന്റെ നാടാണ്, എന്റെ ജില്ലയാണ്. അവിടേക്ക് റോഡ് ചെയ്തത്, അതിന്റെ സൈഡൊക്കെ ഇടിഞ്ഞു താണത് ഒക്കെ ഒരുപാട് കഥകളുണ്ട് കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട്. എത്ര മോശമായ രീതിയിലാണ് കിഫ്ബി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്, പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്, എല്ലാം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ
ആരുടെയൊക്കെ പോക്കറ്റ് നിറയണോ അവരുടെയൊക്കെ പോക്കറ്റ് നിറയ്ക്കാനുള്ള തന്ത്രമാണ്, അതിനുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് കിഫ്ബി എന്നതിന്റെ തെളിവ് ഒരുപാട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് പെൻഷൻ ഫണ്ട്, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. അതിനു വേണ്ടിയും ഒരു സെസ് വഴിയാണ് പണം ഈടാക്കുന്നത്. ആ പണവും ആ KSSPL-ലേക്കാണ് പോകുന്നത്. അതുവഴി കടം എടുത്തിരിക്കുന്നതിന്റെ പലിശ മുഴുവനും കൊടുക്കുന്നത് ഗവൺമെന്റ് ഖജനാവിൽ നിന്നാണ്. അപ്പൊ ഈ കടങ്ങളെല്ലാം ചേർത്ത് 2025 തന്നെ 6 ലക്ഷം കോടി കടത്തിലെത്തി എന്ന് CAG ചൂണ്ടിക്കാണിച്ചിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിലോ ഇപ്പൊ ബജറ്റ് പറയുന്ന കടം എത്രയാണ്? സഞ്ചിത കടമായിട്ട് ബജറ്റ് കാണിക്കുന്ന കടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 5,44,832.88 കോടിയാണ് ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 2026-27 കടം. അതിന്റെ കൂടെ ഈ കാലഘട്ടത്തിൽ എടുക്കാൻ പോകുന്ന കിഫ്ബി KSSPL വഴിയുള്ള കടവും കൂടി ചേർക്കുമ്പോൾ അത് 7 ലക്ഷം കോടിയിൽ എത്തുമോ, എവിടെ എത്തുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതോ അതിനു മുൻപ് കേരളം കടത്തിൽ മുങ്ങിത്താഴുമോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ തരത്തിലാണ് കേരളത്തിന്റെ മുന്നോട്ടുള്ള വളർച്ച. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് 2012 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിലെ ദുർഘട സന്ധികളിലെ കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ നിന്നൊക്കെ കുറിച്ചെടുത്ത് ഇങ്ങനെ ഒരു റീൽ ഉണ്ടാക്കുന്നത് പോലെ ഹിന്ദുവിന്റെ 2 പേജല്ല, എന്നെ സംബന്ധിച്ച് 4 പേജ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അന്യായം എവിടെയാണ്? ഇതിന്റെ അന്യായം എന്ന് പറഞ്ഞാല് ഓർക്കേണ്ട കാര്യം, ഖജനാവിൽ നിന്ന് PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻസ് ഡയറക്ടർക്ക് ഉത്തരവാദിത്വമില്ലേ? അതായത് ആ ഖജനാവിലേക്ക് വരുന്ന ഫണ്ടില് PRD-യിലേക്ക് വരുന്ന ഫണ്ട് മാത്രം എടുത്ത് ഉപയോഗിക്കാനേ ആ ഉദ്യോഗസ്ഥന് അധികാരമുള്ളൂ. പക്ഷെ എന്താണ് ചെയ്തിരിക്കുന്നത്? CAG റിപ്പോർട്ടുകൾ എടുത്തു നോക്കുക. ഓരോ വകുപ്പിലേക്കും വരുന്ന ഫണ്ട് വകമാറ്റുകയാണ്. അതിന്റെ പലതും വകമാറ്റുന്നത് PRD-യിലേക്കാണ്. അങ്ങനെ വകമാറ്റുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇതുപോലെയുള്ള വസ്തുതകളൊക്കെ ക്രോഡീകരിച്ച് പല കാലഘട്ടങ്ങളിലെ പത്രങ്ങളെ സ്വാധീനിച്ച് ആ പത്രങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ പണം വാരി കൊടുത്താണ് അഡ്വർടൈസ്മെന്റ്സ് പോലെ സർക്കാരിന്റെ ഇതൊക്കെ അഡ്വർടൈസ്മെന്റ്സ് ആണ് വരുന്നത്. അങ്ങനെ വരുന്ന ആ കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വം ഈ PRD ഡയറക്ടർക്കില്ലേ? തീർച്ചയായിട്ടും ഡയറക്ടർക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. അപ്പൊ അങ്ങനെ ഡയറക്ടർക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്. അങ്ങനെ അതായത് ഖജനാവിൽ നിന്ന് പണം ദൂർത്തടിക്കുന്നു മറ്റു വകുപ്പുകൾക്ക്. അതായത് ഈ പ്രാവശ്യം പ്ലാൻ ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ 38% താഴ്ന്നുപോയി എന്ന് വെച്ചാല് പ്ലാൻ ഫണ്ടായിട്ട് ഓരോ പദ്ധതികൾക്ക് വേണ്ടി ഓരോ വകുപ്പിനും കൊടുക്കേണ്ട ഫണ്ട് ആ വകുപ്പുകൾക്ക് കൊടുക്കാതെ അതൊക്കെ വകമാറ്റി ഈ പറയപ്പെട്ട PRD പോലെയുള്ള ആവശ്യങ്ങൾക്ക്, ഇതുപോലെയുള്ള തോന്നിയോക്രസികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ടാണ് ഈ 38% പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ കുറഞ്ഞു പോയത്. അത്ര കണ്ട് ആ സംസ്ഥാനത്തിന്റെ വളർച്ചയെ കീഴ്പോട്ടടിക്കുന്ന ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കെയാണ് ഇതുപോലെ ഹിന്ദു കൂട്ടുനിന്ന്. അപ്പൊ ഞാൻ ഹിന്ദുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതാണോ പത്രമാധ്യമങ്ങളുടെ ധർമ്മം? 4-ാം തൂണിന്റെ ധർമ്മം ഇതാണോ? വസ്തുനിഷ്ഠമായി സത്യം മാത്രം പുറത്തു കൊണ്ടുവരാൻ ബാധ്യതയുള്ള പത്രം പണം കാണിച്ച് ആർക്ക് വേണമെങ്കിലും പിടിച്ചെടുക്കാം എന്നാണോ? അങ്ങനെ പണം കാണിച്ചാണല്ലോ, പണം തന്നാണല്ലോ ഈ 4 പേജസ് നഷ്ടപ്പെടുത്തിയത്. അത് ഗവൺമെന്റിലേക്ക് ജനം കൊടുക്കുന്ന നികുതിയേതര പണത്തിന്റെ മിസ്യൂസ്, ഗവൺമെന്റ് അറിഞ്ഞുള്ള മിസ്യൂസ്, അത് പത്രം അതിന് കൂട്ടുനിൽക്കുന്നു. ഒന്നുകിൽ വിവരക്കേട് കൊണ്ട് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ വിവരമുണ്ടായിട്ടും പണത്തോടുള്ള ആർത്തി കൊണ്ട് പത്രം കൂട്ടുനിൽക്കുന്നു. അത് ഒരു വശം മാത്രം. പ്രിയപ്പെട്ട ഹിന്ദു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 48 വർഷമായി ഞാൻ ഹിന്ദുവിന്റെ വരിക്കാരിയാണെന്ന്. ഞാൻ ഈ 4 പേജുകൾക്ക് വേണ്ടി എന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ പെൻഷൻ പണം എടുത്താണ് നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങളുടെ പത്രത്തിന്റെ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പണം തരുന്നത്. അത് ഈ സർക്കാരിന്റെ അഡ്വർടൈസ്മെന്റോ മറ്റാരുടെയെങ്കിലും അഡ്വർടൈസ്മെന്റോ കാണാനല്ല, കൃത്യമായി സത്യസന്ധമായ ന്യൂസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത് തരുന്നത്. അങ്ങനെ തരുന്ന എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ബഹുമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ ഒരു കഥ കൂടി പറയാം. ഞാൻ കേരള ഗവൺമെന്റിന്റെ സിവിൽ സർവീസ് അക്കാഡമിയില് IAS കോച്ചിങ്ങിന്
ക്ലാസ് എടുക്കുമായിരുന്നു, അവരുടെ ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ IAS കോച്ചിങ് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? IIT-യിൽ നിന്നും IIM-ൽ നിന്നും NIT-യിൽ നിന്നും IIT-യിൽ നിന്നും ഒക്കെ ഇറങ്ങി വരുന്ന മിടുക്കികളുമായ കുട്ടികളാണ് ഇതിനു വേണ്ടി സിവിൽ സർവീസ് ട്രൈ ചെയ്യാൻ വേണ്ടി വരുന്നത്, മേടിച്ചെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ അവരോട് എന്തു പറയുമായിരുന്നു എന്നറിയാമോ? നിങ്ങൾ എല്ലാ ന്യൂസ് പേപ്പേഴ്സും വായിച്ചോളൂ, പക്ഷെ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ദ ഹിന്ദു. അത് നിങ്ങളെ ഒത്തിരി സഹായിക്കും. എങ്ങനെ സഹായിക്കുമെന്നാ ഞാൻ പറഞ്ഞിരുന്നത്? ആദ്യ പേജിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാണും. അതിന്റെ ബാക്കിയുള്ളത് ഫോളോ അപ്പ് ആയിട്ട് എഡിറ്റോറിയൽ പേജിന്റെ എതിർ പേജിന്റെ പുറകിൽ കാണും. അപ്പൊ നിങ്ങൾ എവിടെ നോക്കണം? ആദ്യ പേജ്, അത് കഴിഞ്ഞാൽ എഡിറ്റോറിയൽ പേജ്. എന്തുകൊണ്ട് എഡിറ്റോറിയൽ പേജ്? ഒന്നാന്തരം റേറ്റിംഗ് ഉള്ള എഡിറ്റോറിയൽ ആയിരിക്കും, അതുപോലെ റേറ്റിംഗ് ഉള്ള ആർട്ടിക്കിൾസും ആയിരിക്കും ആ എഡിറ്റോറിയൽ പേജിലും അതിന്റെ എതിർവശത്തെ പേജിലും വരിക. അതിന്റെ എതിർവശത്തെ പേജിന്റെ അടിഭാഗത്തായിട്ട് ഡേറ്റ പോയിന്റ് എപ്പോഴും അത് കട്ട് ചെയ്ത് സൂക്ഷിക്കുക, നിങ്ങളെ അങ്ങേയറ്റം സഹായിക്കും. ഇതൊക്കെ ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നതാ. IIT-യിൽ നിന്നും IIM-ൽ നിന്നും ഒക്കെ വരുന്ന കുട്ടികളോടാണ് ഈ ഉപദേശം ഞാൻ കൊടുത്തിരുന്നത്. കൂടാതെ നിങ്ങൾ എന്ത് വായിക്കണം? അത് കൂടാതെ നിങ്ങൾ ബിസിനസ് പേജ് വായിക്കുക. ബിസിനസ് പേജിനകത്ത് ഇന്ത്യൻ ഇക്കോണമിയുടെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. ആ ബിസിനസ് പേജിന്റെ പുറകില് ദ വേൾഡ് ഇക്കോണമിയാണ്. അപ്പൊ വേൾഡ് ഇക്കോണമിയെ പറ്റിയുള്ള ഡെവലപ്മെന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും പേജസ് നിങ്ങൾ പിൻ ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ IAS ഉറപ്പാണ് എന്ന് ഞാൻ ആ കുട്ടികളോട് പറയുമായിരുന്നു. അങ്ങനെ ചെയ്ത് പഠിച്ച് നല്ല റാങ്കിൽ പാസ്സായ കുട്ടികൾ ഹിന്ദുവിൽ തന്നെ ഇന്നയാളുടെ ഉപദേശപ്രകാരം ഫോളോ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്ര നല്ല റാങ്ക് കിട്ടിയത് എന്ന് നിങ്ങളുടെ പത്രത്തിന്റെ പഴയ താളുകൾ എടുത്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയേറെ സ്നേഹിച്ചിരുന്ന ഞാനാണ് ഹിന്ദുവിനോട് ഇത്ര ശക്തമായി കലഹിക്കുന്നത്. അങ്ങനെ കലഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകും നിങ്ങൾ പണത്തിനോടുള്ള മോഹം കൊണ്ടാണ്. ഏത് മാധ്യമവും ഇങ്ങനെ തന്നെയാണ്, ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെയാണ്. ഇല്ലാ കഥ വലിയ കഥയാക്കി വലിയ ആഘോഷത്തോടെയാണ് കൊട്ടിഘോഷിക്കുന്നത്. എല്ലാ ചാനലുകളും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാനൽ തുറന്നാൽ സത്യം ഒന്നും കാണാനില്ല. നമുക്ക് ഇങ്ങനെയുള്ള ഈ പറയപ്പെട്ട കള്ളക്കഥകളാണ്, മുഖമിനുക്കലുകളാണ് എല്ലാം കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹിന്ദുവിനോട് വല്ലാതെ കലഹിക്കാൻ തോന്നുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു ഒന്ന് പറയുകയാണ്, ഇത് ഗുരുതര സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉള്ള അഴിമതി. ആ അഴിമതിക്ക് ഹിന്ദു കൂട്ടുനിൽക്കുകയാണ്. പ്രചാരണത്തിന് വേണ്ടി പ്രകടമായും നേരിട്ടും ഉപയോഗിക്കുന്നതിന്, അതായത് നികുതി പണം, ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? PRD എന്താ ചെയ്യുന്നത്? നികുതി പണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി പ്രകടമായും നേരിട്ടും ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഈ കാര്യത്തിന് വേണ്ടിയാണ് ഈ അഡ്വർടൈസ്മെന്റ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അഡ്വർടൈസ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പത്രവും തെറ്റാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്. അത് ഒരു ഭാഗം. ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വായനക്കാർ എന്ന് പറയുന്ന എന്നെ പോലുള്ള വായനക്കാർ കൃത്യമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക മാസാമാസം തന്നുകൊണ്ടാണ്, പത്രത്തിന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് പത്രം വാങ്ങുന്നത്. ഞങ്ങളെ കബളിപ്പിക്കലാണ്, വഞ്ചിക്കലാണ് ഈ കാണിക്കുന്നത്. അത് മാത്രവുമല്ല, പത്രമാധ്യമങ്ങളുടെ ധർമ്മച്യുതിയാണ് ഇതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളിവിടെ ഡെമോക്രസിയെ വിൽക്കുന്നു, ഡെമോക്രസിയെ വിറ്റ് പണം വാങ്ങുന്നു. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു തരത്തിലും അർഹതയില്ല. ദിസ് ഈസ് ഹൈലി അൺബിക്കമിങ് ഓഫ് ദ സ്റ്റേച്ചർ ഗിവൺ ടു ദ പ്രസ് ആസ് ഫോർത്ത് എസ്റ്റേറ്റ് ഇൻ ദി ഫ്രെയിംവർക്ക് ഓഫ് ഡെമോക്രസി. അതായത് ഡെമോക്രസിയുടെ 4ാം തൂണ് ഇതുപോലെ ഇളകി ദ്രവിച്ചു പോയാൽ എങ്ങനെ ഡെമോക്രസി പിടിച്ചു നിൽക്കും? മറ്റു 3 തൂണുകളിൽ, മറ്റു 3 തൂണുകൾക്കും ഈ ഇളക്കമുണ്ട് എന്ന് ഓർക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ഇളക്കം തട്ടുന്നത് ഈ 4ാമത്തെ തൂണ്. ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കേണ്ടത് മറ്റു 3 തൂണുകളെയും ഉറപ്പിച്ചു നിർത്തേണ്ട സ്ഥാനം, കീ സ്ഥാനമാണ് ഈ 4ാം തൂണിനുള്ളത്. വിമർശനങ്ങൾ കൊണ്ട് എല്ലാ ഉള്ളറകളിലും കടന്നു കയറി അന്വേഷിച്ച് വിമർശനങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ച് നേരെയാക്കേണ്ട തൂണുകളാണ് മറ്റു 3 തൂണുകൾ. അതിനൊക്കെ ശക്തി എടുക്കേണ്ടത്, അതിനൊക്കെ താല്പര്യം കാണിക്കേണ്ടത് ഈ 4ാം തൂണാണ്. ആ 4ാം തൂണാണ് ഇത്രയധികം ദ്രവിച്ചു പോകുന്നത് എങ്കിൽ ഡെമോക്രസിയുടെ അവസ്ഥ എന്താണ്? അതാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മളെ ഭയപ്പെടുത്തുന്നത്
അപ്പൊ ഞാൻ ഒരു കാര്യവും കൂടി ഓർമ്മിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഹിന്ദുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. 1975 അലഹബാദ് കോടതി, ദി അലഹബാദ് ഹൈക്കോർട്ട് now declared Indira Gandhi's election into the Lok Sabha from Raebareli invalid, and she was barred from contesting elections or holding elective office for 6 years. The court found that her private secretary Yashpal Kapoor had worked as her agent during the elections before he had resigned from government service. It also found that Indira Gandhi had used the help of Uttar Pradesh government officials to build rostrums and supply electricity for loudspeakers during her 1971 rallies. അതായത് ഇത് ഒരു രാഷ്ട്രീയ മുന്നണി ജനങ്ങൾക്ക് നൽകുന്ന നികുതി പണം ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. 1975 അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിന് പറഞ്ഞ ഒരു കാരണം, ഇന്ദിരാഗാന്ധി പ്രസംഗിക്കാൻ സ്റ്റേജുകൾ നിർമ്മിക്കാനും മൈക്കുകൾക്ക് വൈദ്യുതി എത്തിക്കാനും ഉത്തർപ്രദേശ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതാണ്. അപ്പൊ അങ്ങനെ 6 വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കോടതി ഇടപെട്ടു എന്ന കാര്യം പ്രിയപ്പെട്ട ഹിന്ദു ഓർമ്മിക്കണം. പ്രിയപ്പെട്ട ഗവൺമെന്റ് PRD വകുപ്പെ ഓർമ്മിക്കണം. തന്റെ ഇടമുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ പറയപ്പെട്ട പത്രത്തിന്റെ പേജുകളുമായി കോടതിയിൽ പോകട്ടെ. ഇല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതാകുന്നു.